സൂംബ ഡാൻസിനെതിരെയുള്ള വിരോധം പരസ്യമാക്കി കൂടുതൽ മുസ്ലിം സംഘടനകൾ. സൂംബ ഡാൻസിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് വിചിത്രവാദങ്ങൾ തുടരുന്നത്. മുസ്ലിം സംഘടനകൾ സൂംബയ്ക്കെതിരായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഗോകുൽ, സൂംബ ഡാൻസ് അത് ഈ വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നുമല്ല കാണുന്നത്. അതിനെ വളരെ ഏറ്റവും തെറ്റായ ഒരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് അറിയാം, വിസ്ഡം ഫൗണ്ടേഷൻ അവർ രംഗത്ത് വന്നു, സമസ്ത അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തി. ഇപ്പോഴിതാ കൂടുതൽ മുസ്ലിം സംഘടനകൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ വിവാദം ആളിക്കത്തിക്കാനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? അനിൽ നമ്പ്യാർ, അതുതന്നെയാണ്. ഏതൊരു വിഷയത്തെയും മതത്തിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അതായത് അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതിനൊരു വ്യായാമ മുറയായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നൃത്തവും സംഗീതവും സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയായതിനാൽ തന്നെ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സൂംബ എന്ന് പറയുന്ന നൃത്ത ആവിഷ്കാരത്തിന് അല്ലെങ്കിൽ വ്യായാമ മുറയ്ക്ക് തെറ്റായ ഒരു വ്യാഖ്യാനം നൽകുകയാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് അല്പവസ്ത്രം ധരിച്ചാണ് ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾ നടത്തുന്നത്, സംഘടിപ്പിക്കുന്നത് എന്നാണ് ഈ KNM-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഹുസൈൻ മടവൂർ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടു നോക്കി, അതിലൊക്കെ അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഇത്തരത്തിൽ ഇടകലർന്നുകൊണ്ട് വ്യായാമ മുറകൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ കുട്ടികൾ വ്യായാമ മുറയിൽ ഏർപ്പെടുന്നത് വളരെ സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് അവർ ആ വ്യായാമ മുറയിൽ ഏർപ്പെടുന്ന വീഡിയോകൾ പങ്കുവെക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ ഈ മുസ്ലിം സമുദായ സംഘടനാ നേതാക്കൾ പറയുന്നത് പോലെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. തികച്ചും മതത്തിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് ഒരു കാര്യവും അനുവദനീയമല്ല. അവരുടെ മതപണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീകൾക്ക് നൃത്തം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഔറത്തുകൾ മറച്ചുകൊണ്ട്, അവർ ഒറ്റയ്ക്ക് സ്ത്രീകൾ കൂട്ടമായി ഔറത്തുകൾ മറച്ചുകൊണ്ട് നൃത്തം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിനോദ ഉപാധിയെ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനൊക്കെയുള്ള ഒരു ഉപാധിയെ ഇങ്ങനെ ഒരു വിമർശന വിധേയമാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിനെതിരെ രംഗത്ത് വരുന്നു. അന്ന് തന്നെ സമസ്തയും അതിന് ചുവട് പിടിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമസ്തയുടെ യുവജന സംഘടനാ നേതാക്കളാണ് ഈ സൂംബ ഡാൻസിനെതിരെ പ്രതികരണവുമായി എത്തിയത്. ഇപ്പോൾ KNM, കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സംസ്ഥാന സർക്കാർ എന്തായാലും ഈ നിലപാടിൽ നിന്ന്, അതായത് സൂംബ നടപ്പിലാക്കുമെന്ന് പറയുന്ന നിലപാടിൽ നിന്ന് പിന്തിരിയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു, ആവശ്യമുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് V ശിവൻകുട്ടി കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കണ്ട സമയത്ത് ലഹരിയേക്കാൾ വലിയ ലഹരിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ ഇത്തരത്തിൽ സമ്മർദ്ദ തന്ത്രവുമായി മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുമ്പോൾ ഇതിൽ നിന്ന് പിൻവാങ്ങുമോ എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ചരിത്രം അത്തരത്തിലുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ പാഠ്യപദ്ധതിയുടെ വിഷയത്തിലായാലും, സ്കൂൾ സമയമാറ്റക്രമത്തിലായാലും, സ്കൂൾ യൂണിഫോമിന്റെ വിഷയത്തിലായാലും മുസ്ലിം സംഘടനകൾക്ക് വഴങ്ങിക്കൊടുത്ത അല്ലെങ്കിൽ കീഴടങ്ങിയ ഒരു ചരിത്രം സർക്കാരിനുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇനിയും ഈ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുകയാണെങ്കിൽ സർക്കാരിന്റെ നിലപാട് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. അനിൽ നമ്പ്യാർ. സൂംബ ഡാൻസിനെതിരെയുള്ള വിരോധം പരസ്യമാക്കി കൂടുതൽ മുസ്ലിം സംഘടനകൾ. സൂംബ ഡാൻസിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് വിചിത്രവാദങ്ങൾ തുടരുന്നത്. മുസ്ലിം സംഘടനകൾ സൂംബയ്ക്കെതിരായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.